ഒരു വാഹനമൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫാൻസി നമ്പർ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട നമ്പർ ആയിട്ടുണ്ടോ സൈറ്റിൽ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഗൂഗിളിൽ കയറി ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫാൻസി നമ്പർ ബുക്കിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫാൻസി പരിവാഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണിക്കുക. മൊബൈൽ ഫോണിലാണെങ്കിൽ ജസ്റ്റ് ഡെസ്ക്ടോപ്പ് മോഡ് ഒന്ന് ഓണാക്കി വെക്കുക. അതിൽ നമുക്ക് 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ സെലക്ട് സ്റ്റേറ്റ് കേരള എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ജസ്റ്റ് ഡെസ്ക്ടോപ്പ് മോഡ് ഒന്നുകൂടി മാറ്റി കൊടുക്കുക. ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ ജസ്റ്റ് കേരള എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം RTO സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇവിടെ 10 KL 10 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 10 എന്ന് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മലപ്പുറം എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ RTO ഏതാണെന്ന് വെച്ചാൽ RTO ജസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്ക് വെഹിക്കിൾ സീരീസ് ആണ്. അതിൽ കയറിയിട്ട് ഏത് സീരീസാണ് വേണ്ടത് എന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് നമ്പർ കാണാനായിട്ട് സാധിക്കും. അത് 2802 മുതൽ നമുക്ക് ഇപ്പോൾ നമുക്ക് നമ്പർ റണ്ണിങ് ആണ് മലപ്പുറത്ത്. അപ്പോൾ ഇതിൽ നമുക്ക് തൊട്ടപ്പുറത്ത് നമുക്കിവിടെ ആരോ മാർക്ക് കാണിക്കും. 1/21 എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ്റെ തൊട്ട് തലയ്ക്കുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5199 വരെ നമുക്ക് നമ്പർ ബുക്ക് ചെയ്യാം എന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ നിങ്ങൾ വണ്ടി എടുക്കുന്നത് അവിടുത്തെ ടാക്സ് അടയ്ക്കുന്ന സെക്ഷനിലെ ആളെ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ ബുക്ക് ചെയ്ത് തരും അവർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇതിൽ ഓറഞ്ച് കളറിൽ നമ്പറിന് മുകളിലായിട്ട് ഇങ്ങനെ ഓറഞ്ച് കളർ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പർ ഫാൻസി നമ്പറാണ്. ആ നമ്പറിന് കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ 007 1111 2222 എന്നിങ്ങനെയുള്ള നമ്പറുകൾക്കൊക്കെ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള RTO നിശ്ചയിച്ചിട്ടുള്ള ഒരു റേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ 25,000 1,50,000 ഇങ്ങനെയുള്ള റേറ്റുകളൊക്കെ ആയിരിക്കും ആ നമ്പറുകൾക്ക് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് അതിന് അഡീഷണൽ ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ചില ആളുകൾ ഒരേ നമ്പർ തന്നെ 4ഉം 5ഉം ആളുകൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള സമയങ്ങളിലാണ് നമുക്ക് ലേലം വിളി കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അതിന് നമുക്ക് ലേലം വിളിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ നമ്പർ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഫൈൻ അടച്ച് ആ TP പുതുക്കേണ്ടതായിട്ട് വരും. നോർമലി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള അതേ നമ്പർ മറ്റാരെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് നമുക്ക് ബിഡിംഗ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ അതങ്ങനെയാണ് നമ്മൾ നോക്കുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതിന് മുന്നേ നമ്മൾ നോർമലി നമ്മളൊരു വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് RTO തരുന്ന ഒരു നമ്പർ നിങ്ങൾക്ക് മതിയെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കേണ്ടതായിട്ടില്ല. നിലവിൽ നമുക്ക് ഇതിൽ ഏത് നമ്പർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും നമ്പർ സെലക്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പേയ്മെൻറ്റ് കൊടുത്താലായിട്ട് മതി. ഇവിടെ നമുക്ക് ഏതൊരു നമ്പറാണെന്നുണ്ടെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ചാർജ് എന്ന് പറയുന്നത് 3000 റുപ്പീസാണ്. അപ്പോൾ ഇതിൽ ഫാൻസി നമ്പറായിട്ട് RTO പറഞ്ഞിട്ടുള്ള നമ്പറുകൾക്ക് മാത്രമാണ് നമ്മൾ അവർ നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു എമൗണ്ട് അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. അതുപോലെ നമ്മൾ മിനിമം 45 ഡേയ്സ് ആണ് നമുക്കൊരു TPയുടെ കാലാവധി എന്ന് പറയുന്നത്. അതിന് മുന്നേ തന്നെ നമ്മൾ നമ്പർ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ ആ നമ്പർ ബുക്കിംഗ് നമ്മൾ പ്രോപ്പർ ടൈമിൽ ചെയ്യാൻ കഴിഞ്ഞില്ല, 45 ദിവസങ്ങളിൽ നമ്പർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ TP നമുക്ക് 3000 രൂപ ഫൈൻ കെട്ടി പുതുക്കാവുന്നതാണ്. പിന്നീട് ആ വാഹനം നമുക്ക് പുറത്തിറക്കാനായിട്ട് സാധിക്കില്ല. കൃത്യമായ രജിസ്ട്രേഷൻ ആ നമ്പർ ആയി അതിന് ശേഷം നമ്പർ പ്ലേറ്റ് അടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു വാഹനം പുറത്തിറക്കാനായിട്ടുള്ള പെർമിഷൻ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ വാഹനം പുറത്തിറക്കി എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ 1,00,000 രൂപയോളം ഫൈൻ ഈടാക്കേണ്ടതായിട്ടുണ്ടാവും. ലീഗലി അത് തെറ്റാണ്. അപ്പോൾ ആയതുകൊണ്ട് നിങ്ങൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ബിഡിംഗ് അപ്ഡേറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത അതേ നമ്പർ മറ്റാരെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫാൻസി നമ്പർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫാൻസി പരിവാഹൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മുകളിലൊരു 3 ലൈൻസ് ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിഡിംഗ് എന്ന് കാണിക്കും. ബിഡിംഗ് അപ്ഡേറ്റ്സ് സെലക്ട് ചെയ്യുക. അതിൽ കേരള സ്റ്റേറ്റ് അടിച്ചു കൊടുക്കുക. ഏത് RTO ആണ് വേണ്ടതെന്ന് വെച്ചാൽ ആ RTO സെലക്ട് ചെയ്യുക. KL 10 ആണെങ്കിൽ KL 10 സെലക്ട് ചെയ്യുക.
ഓൾ ടൈപ്പ് ഓഫ് വെഹിക്കിൾ കൊടുക്കുക, വ്യൂ കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ നമ്പറുകൾ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ കേൾട്ടൺ M5000 എന്ന് പറഞ്ഞുള്ള നമ്പറിന് 50,000 രൂപയാണ് ഇപ്പോൾ നിലവിൽ RTO ചാർജ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ കെട്ടേണ്ടതായിട്ട് വരും. അതിനിപ്പോൾ ടോട്ടൽ അപ്ലിക്കൻറ്റ്സ് എന്ന് പറയുന്നത് ഒരാളാണ് നമ്പർ ഇപ്പോൾ നിലവിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ 50-50 എന്ന നമ്പറിന് 25,000 രൂപയാണ്, അതൊരാളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 5115 നമ്പറിന് 5,000 രൂപയാണ് RTO ചാർജ് ഈടാക്കിയുള്ളത്, അതൊരാളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓരോ നമ്പറും അതിന് നേരെ അതിൻ്റെ എമൗണ്ടും എത്ര പേര് ടോട്ടൽ അപ്ലിക്കൻസ് ഉണ്ട് എന്നുള്ളത് തൊട്ടപ്പുറത്തും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അപ്ലിക്കൻറ്റ് 2 എന്ന് പറഞ്ഞാൽ 2 പേരത് ആ നമ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള സെയിം നമ്പർ മറ്റാരെങ്കിലും ബുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കുക. ഇതിൽ നിങ്ങൾ എടുക്കാൻ താല്പര്യമുള്ള നമ്പറിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണോ വാഹനം എടുക്കുന്നത് അവിടെ ടാക്സ് അടയ്ക്കുന്ന സെക്ഷനിൽ കൺസേൺ ആയിട്ടുള്ള ആളുണ്ടായിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ അവരെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് RTO ഏജൻറ്റുമാരെയോ സമീപിക്കാം. അപ്പോൾ ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.